പെരുന്നാൾ ആഘോഷിക്കുന്നതായിട്ടുള്ള വേളയിൽ സർവ ഉപരി ഒരു ആത്മീകമായിട്ടുള്ള നവോത്ഥാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് പെരുന്നാളുകൾ ഒക്കെയും പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ വർഷവും ഏത് പെരുന്നാൾ ആയിക്കോട്ടെ, ആ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായിട്ട് ഒരു അനുതാപ ഭാവത്തോടു കൂടി നമ്മളെ മുറുകി പറ്റുന്നതായിട്ടുള്ള തെറ്റുകൾ നമ്മൾ നിന്നും വിടുതൽ പ്രാപിച്ചുകൊണ്ട് എപ്രകാരം വിശുദ്ധന്മാരും ശുദ്ധിമതികളും ശ്രീബായിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോട് അടുക്കുവാനും അങ്ങനെ തേജസ്കരിക്കപ്പെടുന്നതായിട്ടുള്ള അനുഭവത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം അവർ സാധിച്ചിട്ടുണ്ടോ, അപ്രകാരം ഓരോ പെരുന്നാളിലും ഈ വിശുദ്ധിയുടെ അനുഭവം കൈവരുത്തണം എന്നുള്ളതാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. തുയാബ അല്ലെങ്കിൽ രഹസ്യ പ്രാർത്ഥന പട്ടക്കാരൻ ചൊല്ലുമ്പോൾ പ്രധാന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നത്, കർത്താവെ, നിന്റെ പരിശുദ്ധ മദ്ബായിൽ വിശുദ്ധ ബലിയായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കണമേ. അതിൻ്റെ ആമുഖമായിട്ട് അവിടെ വായിക്കുന്നത്, ദൈവം മനുഷ്യ സ്നേഹം ഉള്ളവനാണ്, ബലികളെക്കാട്ടിലും കാളകളുടെയും ആട്ടിൻകുറ്റത്തിൻ്റെയും രക്തത്തിലും ഉപരിയായിട്ട് മനുഷ്യരുടെ അനുതാപത്തെ സ്വീകരിക്കുന്ന ദൈവം ആണെന്ന്. അതുകൊണ്ട് എത്ര ആൾക്കാർ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായിട്ട് ഇതിനെ സംബന്ധിക്കുന്നു എന്നോ, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ നേർച്ച ഈ പ്രാവശ്യം വീണ്ടിരിക്കുന്നു എന്ന് കണക്കല്ല ഒരു പെരുന്നാളിൻ്റെ വിജയം. നേരെ മറിച്ച് എത്രമാത്രം നമ്മൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഒരു പരിവർത്തനം അനുഭവിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ, അതിനനുസരിച്ചായിരിക്കും ഒരു പെരുന്നാളിൻ്റെ വിജയം കണക്കിലെടുക്കേണ്ടത് എന്ന് ആമുഖമായിട്ടൊന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് ഈ പെരുന്നാളിൽ കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം ഈ പെരുന്നാളിൽ കൂടി നമുക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടെ ആക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. അപ്രകാരം നമ്മൾ ആയിത്തീരുമ്പോഴത്തേക്കാണ് സ്ലീബായുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുന്നത്. പലപ്പോഴും ബാഹ്യമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ ബാഹ്യമായിട്ട് മാത്രം അവശേഷിക്കുന്ന ഒരു പാരമ്പര്യത്തിലേക്ക് നമ്മൾ നീങ്ങിയിരിക്കുകയാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്ലീബ എന്ന് പറയുന്നത് കർത്താവിൻ്റെ രക്ഷാപരമായിട്ടുള്ള ചിഹ്നമാണെങ്കിൽ അത് ജീവിതത്തിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും നമ്മൾക്കിടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ടുള്ള ഒരു ചരിത്ര സംഭവം കൂടി ഒന്ന് എടുത്തു കാണിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. നിവർത്തി നാട്ടപ്പെട്ടിരിക്കുന്ന കുരിശിൻ്റെ ഭാഗം, അത് സാധാരണയായിട്ട് കുറ്റവാളിയെ എവിടെ കുരിശിൽ തറയ്ക്കുന്നുവോ അവിടെ തന്നെ അത് കണ്ടിരുന്നു. കുറ്റവാളി ചുമക്കുന്നത് കുറുകെ ഉള്ള ഒരു തടി ആണ് വഹിച്ചിരുന്നത്. സാധാരണ നമ്മൾ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ കർത്താവ് ഒരു കുരിശിൻ്റെ പൂർണ്ണ രൂപം വഹിച്ചുകൊണ്ടല്ല സഞ്ചരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഗോൽഗോത്തായിലേക്ക് യാത്രയായിരുന്നത്. കുറുകെ ഉള്ള ആ ഒരു തടി, അതിന് ഗ്രീക്ക് ഭാഷയിൽ കുരിശ് തന്നെ ആയിരുന്നു പേര് കൊടുത്തിരുന്നത്. അത് കുറ്റവാളി വഹിച്ചുകൊണ്ട് കുരിശിൽ തറയ്ക്കപ്പെടുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് നിവർത്തി മറ്റേ ഭാഗവുമായിട്ട് ചേർത്തുകൊണ്ട് കുറ്റവാളിയെ കുരിശിൽ തറയ്ക്കുന്നതായിട്ടുള്ള രീതി ആയിരുന്നു റോമൻ അധികാരികൾക്ക് ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ കർത്താവ് ഈ കുറുകെയുള്ള ഭാഗം വഹിച്ചുകൊണ്ട് തൻ്റെ കുരിശിൽ തറയ്ക്കുവാൻ ഗോകുൽത്തായിൽ പോയ ആ ഒരു അനുഭവത്തിൻ്റെ ചിഹ്നം കണ്ടുപിടിച്ച ഒരു ദിവസത്തിൻ്റെ മാഹാത്മ്യമാണല്ലോ നമ്മൾ ആഘോഷിക്കുന്നത്. എന്തിനാണ് കർത്താവ് കുരിശിൽ തൂങ്ങപ്പെട്ടത് എന്ന് ചോദിക്കുവാണെങ്കിൽ പലതരത്തിലും നമ്മൾക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കും. ആദ്യ നൂറ്റാണ്ട് തൊട്ട് ദൈവത്തിന് ഏകജാതൻ കുരിശിൽ കഷ്ടപ്പെട്ട് മരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് പല സഭപിതാക്കന്മാരും ഒക്കെയും ഉന്നയിച്ചിരിക്കുന്ന വിഷയമാണ്. നമ്മൾക്കൊന്ന് ചിന്തിക്കാൻ സാധിക്കുന്നത്, പരിശുദ്ധനായ അപ്പോസ്തലൻ പൗലോസ് ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്,
തൻ്റെ ദൈവത്വത്തിൽ നിന്നും മഹാത്മ്യത്തിൽ നിന്നും ഇറങ്ങി വന്ന് ദാസ്യ രൂപം പ്രാപിക്കുവാൻ തക്കവണ്ണം ഏറ്റവും വിനയപ്പെട്ടിരിക്കുകയും ദൈവത്വം എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥാനത്തെ മുറുകെ പിടിക്കാതെ കുരിശിന്റെ മരണത്തോളം സ്വയം താഴ്ത്തി എന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ 6 തൊട്ടുള്ള വാക്യങ്ങളാണ്. ഈ ഒരു ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് അതിന് ആരംഭമായിട്ട് പരിശുദ്ധ പൗലോസ്ലീഹ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കർത്താവിൽ സ്നേഹിതരെ, ദൈവത്തില് മനുഷ്യ സ്നേഹം ഉള്ളവനായിരിക്കുന്ന ദൈവമാണ്. മറ്റ് ഏതൊരു ദൈവത്തിൻ്റെ പേരിനേക്കാൾ കൂടുതലായിട്ടും പൗരസ്ത്യ സഭയുടെ പ്രാർത്ഥനകളിൽ നമ്മൾ പറയുന്നത് മനുഷ്യ സ്നേഹയായിരിക്കുന്ന ദൈവമേ. ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയക്കുന്നത്. ഇവിടെ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത്, നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത്, പിതാവാം ദൈവത്തിൻ്റെ നുറുങ്ങിയ ഹൃദയത്തെ അല്ലെങ്കിൽ തകർന്നിരിക്കുന്ന ഹൃദയത്തെ കാണുവാൻ നമുക്ക് സാധിക്കുന്നില്ലല്ലോ എന്നാണ്. തൻ്റെ മക്കളുടെ പിന്നാലെ നടന്ന് കയ്യും നീട്ടി രാവ് തൊട്ട് വൈകുന്നേരം വരെയും വഴിതെറ്റിപ്പോയിരിക്കുന്ന മക്കളെ തന്നോട് ചേർത്ത് പിടിക്കുവാൻ തക്കവണ്ണം പഴയ നിയമത്തിൻ്റെ ഓരോ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ വായിക്കുവാണെങ്കിൽ നമ്മൾക്ക് അറിയുന്നതായിട്ടുള്ള ഒരു പല്ലവിയാണല്ലോ. അപ്രകാരം ആ പിതാവ് തൻ്റെ മക്കളുടെ പിന്നാലെ ഇറങ്ങിച്ചെന്ന് എത്രമാത്രം തൻ്റെ മക്കളെ സ്നേഹിച്ച് തന്നോട് ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹിച്ചോ ആ സ്നേഹത്തിൻ്റെ പ്രകടനം കൂടിയാണ് തൻ്റെ ഏകജാതനെ കൽപ്പിച്ചയച്ച് കുരിശ് മരണത്തിൽ നമ്മൾക്ക് വേണ്ടി മരിക്കുവാൻ തക്കവണ്ണം ഏകജാതൻ മനുഷ്യനായത്. മാലാഖന്മാരുടെയും കരുതലും താങ്ങും ഉപേക്ഷിച്ചുകൊണ്ട് അമർത്യനായ ദൈവം മർത്യനായ മനുഷ്യന്റെ രൂപം പ്രാപിക്കുവാൻ തക്കവണ്ണം ഏറ്റിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ ഒരു കന്യകയിൽ നിന്നും ജഡം ധരിക്കുമ്പോൾ, ഇത് നമ്മളെ ഏവരെയും സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രകടനത്തിൻ്റെതായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഉദാഹരണമാണ് എന്ന് നമ്മൾക്ക് ഓർക്കേണ്ടിയിരിക്കുന്നു. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ആ സ്നേഹം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നിന്നും അന്യനായിരിക്കുന്ന ദൈവമല്ല, നമ്മുടെ കഷ്ടപ്പാടുകളിലും പ്രയാസങ്ങളിലും എപ്പോഴും കൂടിക്കഴിയുന്നത്. അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്ന കുരിശിൻ്റെ ആ നിവർത്ത് നാട്ടപ്പെട്ടിരിക്കുന്ന ഭാഗം നമ്മൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ഓരോരോ സാഹചര്യത്തിലും ഈ കർത്താവ് യേശു ക്രിസ്തു കുരിശിൽ തൂങ്ങുന്നതിന് ശേഷം നമ്മളുടെ ഓരോരുത്തരോടും ദൈവത്തിനുള്ള സ്നേഹമാണ്. ഒരു വിശ്വാസി കർത്താവിനടുക്കൽ ചോദിക്കുന്നത്, കർത്താവെ നീ എത്ര മാത്രമാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നുള്ള ചോദ്യം. കർത്താവ് അതിന് മറുപടി കൊടുക്കുന്നത് ഇത്ര മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിന്മേൽ തൻ്റെ കൈകളെ വിരിച്ചിരിക്കുന്നു. I asked my Lord and Savior Jesus Christ, how much do you love me? He stretched out his hands on the cross and said, this much. ആ സ്നേഹത്തെ കാണുവാൻ തക്കവണ്ണം ഈ സ്ലീബായുടെ രൂപം നമ്മൾക്ക് എപ്പോഴും മനസ്സിൽ ഉണർത്തുന്നതായിട്ടുള്ള ഒരു പ്രതികരണമായിരിക്കണം ദൈവത്തോട് നമ്മളോടൊക്കെ ഉള്ള സ്നേഹം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കഷ്ടപ്പെട്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുമ്പോഴത്തേക്ക് ഓർത്തുകൊള്ളണം, ഇതേ പാത ചവിട്ടി നടന്നതായിട്ടുള്ള മനുഷ്യാവതാരം ചെയ്തിരിക്കുന്ന യേശു ക്രിസ്തുവ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട്. നമ്മൾക്ക് വേണ്ടപ്പെട്ടവർ നമ്മൾ പ്രയാസത്തിൽ കൂടിയും വേദനയിൽ കൂടിയും രോഗത്തിലും കൂടി കടന്നു പോകുമ്പോൾ ഈ വേദനയുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ വേണ്ടിയാണ് ഈ കർത്താവ് മനുഷ്യാവതാരം ചെയ്തിരിക്കുന്നത്. ലോകത്തിൽ നമ്മൾക്ക് ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴത്തേക്ക് ഈ കർത്താവായ യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നത് ആ കണ്ണുനീര് തുടച്ചു മാറ്റുവാനാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്രകാരം ഈ സ്ലീബായുടെ പെരുന്നാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ കർത്താവിൽ വാത്സല്യമുള്ളവരെ, എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ കൂടെ സഹയാത്ര ചെയ്യുന്ന എൻ്റെ കർത്താവ് എൻ്റെ കൂടെ എന്ന് പറയുവാൻ ഓരോരുത്തരുടെയും ഉള്ളിൽ ഈ സ്ലീബായുടെ അനുഭവം അവന് ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്രകാരം നമ്മൾക്ക് ഈ സ്ലീബ ആഘോഷം കൊണ്ടാടുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഇത്രമാത്രം ആണല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്കല്ലേ ഈ പെരുന്നാളിൻ്റെ യഥാർത്ഥ അനുഭവം നമ്മൾക്ക് ആഘോഷിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒരു ആശയം കൂടി
പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗത്തെ ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. കുറുകെ ഉള്ള ഒരു തടിയുണ്ട്. അങ്ങനെ വന്നാൽ മാത്രമേ കുരിശ് പൂർണ്ണ രൂപം ആകുകയുള്ളൂ. അതിന്മേൽ കർത്താവിൻ്റെ കൈകൾ വിരിക്കുകയാണ്. എന്തിനു വേണ്ടിയെന്ന് ചോദിക്കുവാണെങ്കിൽ, ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധം പ്രകടനമാക്കണമെങ്കിൽ അത് നമ്മുടെ സഹോദരി സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരായിരിക്കണം. വയനാട്ടിൽ ഒരു ദുരന്തം അനുഭവിക്കുമ്പോൾ മാത്രമല്ല നമ്മൾക്ക് മനുഷ്യരുടെ കണ്ണുനീര് കൊണ്ട് നമ്മൾക്ക് പ്രതികരിക്കേണ്ടത്. എല്ലാ ദിവസവും നമ്മൾ ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൻ്റെ പരസ്യമായിട്ടുള്ള ഉദാഹരണമായിരിക്കണം. നമ്മൾക്ക് സാധാരണ ജീവിതത്തിൽ എവിടെയൊക്കെയോ സഹോദരി സഹോദരങ്ങൾ വിഷമിക്കുകയും പ്രയാസപ്പെടുന്നതും കണ്ണുനീരും തൂകുന്നുണ്ടെങ്കിൽ സഹായത്തിന്റെ ഹസ്തങ്ങൾ നീട്ടിക്കൊണ്ട് അവരുടെ അടുക്കൽ നമ്മൾക്ക് സമീപിക്കുവാനായിട്ടുള്ള ഒരു താല്പര്യം ജീവിതത്തിൽ നമ്മൾക്ക് പലപ്പോഴും ജീവിതത്തിൽ നമ്മൾക്ക് മറ്റുള്ളവരെ കാണുവാനോ മറ്റുള്ളവരെ ശ്രദ്ധിക്കുവാനോ മറന്നുപോയിരിക്കുന്ന രീതിയാണല്ലോ. എവിടെ ചെന്നാലും ശരി മനുഷ്യന് മുഖാമുഖം നോക്കുവാനായിട്ടുള്ള ശീലം മറന്നുപോയിരിക്കുന്ന ഒരു തലമുറയാണ്. എല്ലാവർക്കും ഹാൻഡ്സെറ്റിൽ നോക്കി ആ ഒരു ലോകത്തിൽ മാത്രം കഴിയുന്ന രീതിയാണ്. നമ്മുടെ കാറുകളിൽ സൺവൈസർ അല്ലെങ്കിൽ ആ ടിൻറ്റുള്ള ആ ഒരു ഫിലിം മാറ്റുവാൻ സർക്കാർ നിയമിച്ചിരിക്കുന്നത് നല്ല കാര്യം എന്ന് ഞാൻ കരുതുകയാണ്. വല്ലപ്പോഴും ആ കണ്ണാടിയിൽ കൂടി നോക്കിക്കൊണ്ട് കഷ്ടപ്പെടുന്നവരും ദുഃഖം അനുഭവിക്കുന്നവരെയും ഒന്ന് കാണാൻ നമുക്ക് സാധിക്കണം. ഒരു പക്ഷേ ദൈവം നമുക്ക് പലപ്പോഴും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുത്തുന്നത് മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ നമ്മൾക്ക് സഹതപിക്കാനാണ്. 2006 ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാത്ര ചെയ്യുന്ന ഓട്ടോ ഒരു ബൊലേറോയുമായിട്ട് ഏറ്റുമുട്ടി എൻ്റെ വലത്തേക്കാലിൻ്റെ 2 എല്ലുകൾ ഫ്രാക്ചറായിരുന്നു. ചില വേദനയൊക്കെ അനുഭവിച്ചു. ഞാൻ എല്ലാവരും ചോദിക്കുന്ന പോലെ, ദൈവമേ, 1/2 ഇഞ്ച് കൂടെ അങ്ങോട്ട് മാറി ആ ബൊലേറോ പോയിരുന്നെങ്കിൽ ഇതിൻ്റെ വല്ലോ ആവശ്യം ഉണ്ടായിരുന്നോ? അങ്ങനെ ചോദിക്കുന്നതായിട്ടുള്ള പശ്ചാത്തലത്തിൽ ഈ വേദനയെല്ലാം സഹിച്ച അവസാനം ക്രച്ചസിൽ നടക്കാൻ തുടങ്ങി. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും നടക്കുവാൻ തുടങ്ങി. പക്ഷെ ഒരു സത്യം പറഞ്ഞുകൊള്ളട്ടെ, എവിടെ ഞാൻ ഒരു ക്രച്ചയിൽ നടക്കുന്ന മനുഷ്യനെ കണ്ടാലും സഹോദരി കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഉടനെ ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ, ഞാൻ ഇതുപോലെ നടന്നതാണല്ലോ. അപ്രകാരം നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ദൈവം അതിനെ അനുവദിക്കുന്നത് മറ്റുള്ള പ്രയാസങ്ങൾ കാണുവാനാണ്. അതിനുവേണ്ടി കർത്താവ് മരിച്ചു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കർത്താവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, നിത്യജീവൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം കർത്താവേ? അപ്പോൾ നീ കൽപ്പനകളെല്ലാം ആചരിക്കുന്നു, ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു പൂർണ്ണ മനസ്സോടും ശക്തിയോടും. അവിടം കൊണ്ട് തീർന്നില്ല. കർത്താവിൻ്റെ അടുക്കൽ പഠിപ്പിക്കുന്നത് നീ നിന്റെ മാതാപിതാക്കളെയും സ്നേഹിക്കണം, അയൽക്കാരനെ സ്നേഹിക്കണം. അവിടെ മുഴുവനും ഈ 10 കൽപ്പനകളിൽ കർത്താവ് പഠിപ്പിക്കുന്നത് നീ നിന്റെ സഹോദരന്മാരോട് നീ നിവർത്തിക്കേണ്ടതായിട്ടുള്ള നിന്റെ ഉത്തരവാദിത്വമാണ്. സമ്പാദിച്ച് കോരി വെച്ചിട്ട് കാര്യമില്ല. നീ നിന്റെ സഹോദരനും സഹോദരിയുമായിട്ട് ഉള്ള ഉത്തരവാദിത്വം നിവൃത്തിയില്ലെങ്കിൽ നിന്റെ സ്നേഹബന്ധം എന്തിന്? അതാണ് കർത്താവ് ചോദിക്കുന്നത്. അതുകൊണ്ട് യേശയ്യാ ദീർഘദർശി ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങളുടെ പെരുന്നാളുകൾ? എന്തിനാണ് നിങ്ങളുടെ ഉത്സവങ്ങൾ? വിധവമാരെ അന്വേഷിക്കുക, അനാഥരെ പരിപാലിക്കുക, പാവപ്പെട്ടവരെ കരുതുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ പെരുന്നാളുകളിലും നിങ്ങളുടെ ബലികളിലും സന്തോഷിക്കും. ഇത് തന്നെയല്ലേ ഇന്ന് കർത്താവ് നമ്മുടെ കേൾ പറയുന്നത്. മറ്റുള്ളവരെ മറന്നുള്ളൊരു ആധ്യാത്മികത ദൈവത്തിന് വേണ്ട. കുരിശിനെ നമ്മൾ പഠിപ്പിക്കുന്നത് അപ്രകാരം നമ്മൾ കരുതുവാൻ തക്കവണ്ണം, മറ്റുള്ളവരുടെ വേദനകളും കണ്ണുനീരും നമ്മൾക്ക് പങ്കുചേരുവാൻ തക്കവണ്ണം ഈ കുരിശ് നമ്മൾക്കൊരു പാത കാണിച്ചു തരികയാണ്. ഇടവകയുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഈ നമ്മൾക്ക് എല്ലാ തരത്തിലും പെരുന്നാൾ ആഘോഷിക്കുന്നത് അപ്പുറമായിട്ട് ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പെരുന്നാൾ വരുമ്പോഴത്തേക്ക് ഇതിന് ചുറ്റുമുള്ളത് ആൾക്കാർക്ക്, അവർ ആര് ഏത് മതത്തിലായിക്കോട്ടെ, അവർക്കും ഒരു സന്തോഷം. ദിവസമായി തീരണം, ഒരു പെരുന്നാളായിരിക്കണം അവർക്കും. അവരുടെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും നമ്മൾ കൈനീട്ടി സഹായിക്കുന്ന
കർത്താവിൻ്റെ ശിഷ്യന്മാരാണെന്ന് ബോധ്യപ്പെടുന്നത് അപ്പോഴാണ്. മറ്റുള്ളവരെ ഇങ്ങനെ സഹായിക്കുമ്പോഴത്തേ കുരിശിൻ്റെ ആകൃതി അല്ലെങ്കിൽ രൂപം പൂർണ്ണമാകുകയാണ്. അങ്ങനെയാണ് ഈ കുരിശിൻ്റെ ആഘോഷം നമ്മൾ നിവർത്തിക്കേണ്ടത്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. പെരുന്നാൾ ദിവസങ്ങളിൽ നമ്മളുടെ ഒരു ആന്തരിക അനുഭവം ആയിത്തീരുവാൻ, കുരിശിൻ്റെതായിട്ടുള്ള പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ സ്ലീബായുടെ അനുഭവം നമ്മൾക്ക് കൈവരുത്തുന്ന ഇടവകയായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.